Hi my dear ones, welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. കഴിഞ്ഞ ക്ലാസ്സിൽ സെക്ഷൻ 27 ആയിരുന്നു പഠിച്ചത്. അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. To whom does the final authority of a society vest? Answer. General body of its members. ഒരു സംഘത്തിൻ്റെ അന്തിമ അധികാരം ആർക്കാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ജനറൽ ബോഡി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സിൻ്റെ ജനറൽ ബോഡിക്കാണ് അന്തിമ അധികാരം ഉള്ളത്. വിച്ച് സെക്ഷൻ സ്റ്റേറ്റ്സ് അബൌട്ട് ദ ഫൈനൽ അതോറിറ്റി ഇൻ എ സൊസൈറ്റി? സെക്ഷൻ 27. ഒരു സംഘത്തിൻ്റെ അന്തിമ അധികാരത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 27. ക്വസ്റ്റ്യൻ നമ്പർ 3. What is the role of the general body according to section 27 subsection 1? Answer. It holds the final authority in a society. സെക്ഷൻ 27 പറയുന്ന ജനറൽ ബോഡിയുടെ റോൾ എന്താണ്? അതെന്താണ്? ഫൈനൽ അതോറിറ്റി ഇൻ എ സൊസൈറ്റി. അന്തിമ അധികാരം, ഒരു സൊസൈറ്റിയുടെ അന്തിമ അധികാരം ജനറൽ ബോഡിക്കാണ് എന്നുള്ള പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 27 സബ്സെക്ഷൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 4. വെൻ ക്യാൻ എ സൊസൈറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് എ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി? ആൻസർ. വെൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓർ ദി നമ്പർ ഓഫ് മെമ്പേഴ്സ് ഈസ് ലാർജ്. എപ്പോഴാണ് ഒരു റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി രൂപീകരിക്കുന്നത്? അതിൻ്റെ സെക്ഷൻ 27 സബ്സെക്ഷൻ 2 ആണ്. അത് പ്രകാരം എപ്പോഴാണ് ഒരു റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി രൂപീകരിക്കുന്നത്? റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ വലിയൊരു ജനറൽ ബോഡിയിൽ നിന്നും കുറച്ച് ആളുകളെ എടുത്തിട്ട് ചെയ്യുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് എടുക്കുന്ന ഒരു ബോഡിയാണത്. അത് എപ്പോഴാണ് രൂപീകരിക്കുന്നത്? ഏരിയ ഓഫ് ഓപ്പറേഷൻ, ഒരു സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വളരെ വലുതായിരിക്കുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ മെമ്പേഴ്സ് വളരെ കൂടുതലായിരിക്കുന്ന അവസ്ഥയിലോ എല്ലാവരെയും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും കൂടി അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന കുറച്ച് പേരുകളെ സെലക്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു ജനറൽ ബോഡിയാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. ഈ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ നമ്പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് റൂളിലാണ്. റൂള് പഠിക്കുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ വ്യക്തമാകും. പല കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ എക്സ്പ്ലനേഷൻ റൂളിലാണുള്ളത്. അപ്പോൾ അതും കൂടി പഠിച്ചിട്ട് നമ്മൾ ഒന്നിച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് നന്നായി ക്ലാരിഫൈ ആയിട്ട് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 5. ഹൗ ക്യാൻ എ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ബി ഫോംഡ്? ആൻസർ. ബൈ അമെൻഡിങ് ദ സൊസൈറ്റീസ് ബൈലോസ്. എങ്ങനെയാണ് ഒരു റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ഫോം ചെയ്യുന്നത്? എങ്ങനെയാണ്? സൊസൈറ്റിയുടെ ബൈലോയിൽ അമെൻഡ്മെൻറ്റ് വരുത്തിയിട്ടാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. വാട്ട് ഈസ് ദ മെയിൻ റെസ്ട്രിക്ഷൻ ഓൺ ദ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി? ആൻസർ. ഇറ്റ് cannot conduct elections for committee members and shall not alter any provision in the bylaws relating to its constitution or powers. ഏതൊക്കെ കാര്യങ്ങളിലാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിക്ക് റെസ്ട്രിക്ഷൻ കൊടുത്തിരിക്കുന്നത്? അതായത് ജനറൽ ബോഡിയുടെ എല്ലാ അധികാരങ്ങളും റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും രണ്ട് കാര്യങ്ങൾ ഇവിടെ റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഇലക്ഷൻ നടത്താനുള്ള അധികാരം റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിക്ക് ഇല്ല. അതുപോലെ തന്നെ ബൈലോയിൽ ഈ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, പവർ ഇവയെക്കുറിച്ച് പറയുന്നതിൽ ഒരു മാറ്റം വരുത്താനും റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിക്ക് അധികാരം ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 7. ഹൂ എലക്ട്സ് ദ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി? ആൻസർ. മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ആസ് പെർ റൂൾ. ആരാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയെ എലക്ട് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത്? ആരാണ്? മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി തന്നെയാണ്. എന്ത് പ്രകാരം? റൂള് പ്രകാരം സൊസൈറ്റിയിലെ മെമ്പേഴ്സ് തന്നെയാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയെ തിരഞ്ഞെടുക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 8. വാട്ട് ഹാപ്പൻസ് ടു റെഫറൻസ് ടു ജനറൽ ബോഡി ഇൻ ദ ആക്ട് ഇഫ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്? ആൻസർ. They will be treated as reference to the representative general body.
KCS ആക്റ്റിൽ ജനറൽ ബോഡി എന്ന് പറയുന്നിടത്ത് ഒരു റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി രൂപീകരിച്ച ഒരു സൊസൈറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ അത് എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാണ്. അങ്ങനെ രൂപീകരിച്ചിട്ടുള്ള സൊസൈറ്റിയിൽ ജനറൽ ബോഡി എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി എന്ന് തന്നെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെയാണ് പരിഗണിക്കേണ്ടത്. നെക്സ്റ്റ് സെക്ഷൻ 28 അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റി. സെക്ഷൻ 28 subsection 1 The general body of a society shall constitute a committee for a period 5 years in accordance with the bylaws and entrust the management of the affairs of the society to such committee. Notwithstanding anything contained in the bylaws, for the purpose of calculating the term of committee, 5 years from the date of election will be taken to be the term of the committee. ജനറൽ ബോഡി ഒരു മാനേജിംഗ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 28. 28(1) പറയുന്നു, ഒരു സംഘത്തിൻ്റെ ജനറൽ ബോഡി സൊസൈറ്റിയുടെ കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഒരു മാനേജിംഗ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നു 5 വർഷത്തേക്ക് വേണ്ടിയിട്ട്. ഇതാണ് സെക്ഷൻ 28(1) പറയുന്നത്. ഇനി ഈ കമ്മിറ്റിയുടെ കാലയളവ് തുടങ്ങുന്നത് ഇലക്ഷൻ നടത്തുന്ന തീയതി മുതൽ 5 വർഷത്തേക്കായിരിക്കും. നെക്സ്റ്റ്, ദ പേഴ്സൺസ് ഹൂ ഹാവ് സൈൻഡ് ദ ആപ്ലിക്കേഷൻ ടു രജിസ്റ്റർ ദ സൊസൈറ്റി മേ അപ്പോയിൻറ്റ് എ കമ്മിറ്റി ടു കണ്ടക്ട് ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഫോർ എ പീരീഡ് ഓഫ് 3 months ഫ്രം ദി ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ or for such a further period as the registrar may consider necessary, but the committee appointed under this proviso shall cease to function as soon as a committee has been constituted in accordance with the bylaws. ഒരു താൽക്കാലിക കമ്മിറ്റിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരു സംഘം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷയിൽ ഒപ്പിട്ട വ്യക്തികൾക്ക് രജിസ്ട്രേഷൻ തീയതി മുതൽ 3 മാസത്തേക്കോ അല്ലെങ്കിൽ രജിസ്ട്രാർ നിർദ്ദേശിക്കുന്ന കാലയളവിലേക്കോ സംഘത്തിൻ്റെ കാര്യങ്ങൾ നടത്തുന്നതിന് ഒരു കമ്മിറ്റിയെ നിയമിക്കാവുന്നതാണ്. എന്നാൽ ഇങ്ങനെ നിയമിക്കുന്ന കമ്മിറ്റി ശരിക്കും ബൈലോ പ്രകാരം ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത് വരെ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. നെക്സ്റ്റ്, പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് where the bylaws so provide, the government or the registrar may nominate all or any of the members of the first committee, including the president or chairman, for a period not exceeding 12 months. ഇതുകൂടാതെ പറയുന്നത് ആദ്യം 3 മാസത്തേക്ക് അല്ലെങ്കിൽ രജിസ്ട്രാർ പറയുന്ന കാലയളവ് എന്ന് പറയുന്നത് 12 മാസം വരെയാകാം. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ്റിനോ രജിസ്ട്രാർക്കോ ആദ്യ കമ്മിറ്റിയിലെ പ്രസിഡൻറ്റിനെയോ ചെയർമാനെയോ ഉൾപ്പെടെ എല്ലാ അംഗങ്ങളെയോ അല്ലെങ്കിൽ ആരെയെങ്കിലുമൊക്കെയോ നാമനിർദ്ദേശം ചെയ്യാവുന്നതാണ്. ഈ എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാലയളവിലേക്ക് അംഗങ്ങളായിട്ടോ കമ്മിറ്റി അംഗങ്ങളായിട്ടോ അല്ലെങ്കിൽ പ്രസിഡൻറ്റ്, ചെയർമാൻ അങ്ങനെയുള്ള പോസ്റ്റിലേക്കൊക്കെ നാമനിർദ്ദേശം ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ദ ഇലക്ഷൻ ടു ദ കമ്മിറ്റീസ് ഓഫ് all PSCS and all primary societies shall not be conducted on ward basis irrespective of any provisions to the contrary contained in the bylaws of such a society. അടുത്തത് പുതിയ അമെൻമെൻറ്റിൽ വന്നിരിക്കുന്ന കാര്യമാണ്. എല്ലാ PSCSലെയും എല്ലാ പ്രൈമറി സൊസൈറ്റികളിലെയും കമ്മിറ്റിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അത്തരം സൊസൈറ്റികളുടെ ബൈലോയിൽ അടങ്ങിയിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി വാർഡ് അടിസ്ഥാനത്തിൽ നടത്താൻ പാടില്ല എന്നുള്ളത് പുതിയ അമെൻമെൻറ്റിൽ വന്നിരിക്കുന്ന കാര്യമാണ്. നെക്സ്റ്റ് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആണ്. ജനറൽ ബോഡീസ് റോൾ. The general body constitutes a committee for 5 years as per bylaw. Term calculation. The term is calculated as 5 years from the date of election, regardless of bylaw. New society രൂപീകരിക്കുന്ന സമയത്ത് applicants can appoint a temporary committee for 3 months or extended by registrar until a proper committee is formed. Next,
nomination of first committee. Government or registrar can nominate members including president or chairman for up to 12 months. ഇനി election in PSCS or primary societies. Ward based election is not allowed in PSCS and primary societies. നെക്സ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് ആണ്. ദ സ്റ്റഡി ഓഫ് സർഫസ് ആൻഡ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് മൂൺ ഈസ് ആൻസർ സെലനോഗ്രാഫി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻറ്റണിംസ് ഓഫ് അപ്പിയർ ആൻസർ ഡിസപ്പിയർ, വാനിഷ്, ഫെയ്ഡ്, ഡിപ്പാർട്ട്. അപ്പിയർ എന്ന് വെച്ചാൽ അറിയാമല്ലോ, പ്രത്യക്ഷപ്പെടുന്നത്, കാണാൻ പറ്റുന്നത്. ഇത് കാണാൻ പറ്റാത്തത്, വാനിഷായി പോവുക, അപ്രത്യക്ഷമാവുന്നത് എന്നൊക്കെയാണ് ഇതിൻ്റെ മീനിങ്. ഓപ്പോസിറ്റ് വേർഡ് വരുന്നത് ഇതൊക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ റോങ് നമ്പർ ഇൻ ദ ഗിവൺ സീരീസ് 10, 26, 74, 218, 654, 1946 and 5834. ആൻസർ ഈസ് 654. ഇവിടെ ആൻസർ കിട്ടുന്നത് ആദ്യത്തെ സംഖ്യയും രണ്ടാമത്തെ സംഖ്യയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ ആ ഡിഫറൻസിനോട് 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും അടുത്ത 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ എല്ലാത്തിലും അതിൽ വ്യത്യാസം വരുന്നത് 654-നാണ്. ഇവിടെ കണ്ടില്ലേ, 26-ൽ നിന്നും 10 കുറയ്ക്കുമ്പോൾ 16 കിട്ടും. ആ 16 × 3 48ആണ്. ഈ 48ആണ് 74-ൽ നിന്നും 26 കുറയ്ക്കുമ്പോൾ കിട്ടുന്നത്. അതുപോലെ തന്നെ 218-ൽ നിന്നും 74 കുറയ്ക്കുമ്പോൾ 144 കിട്ടും. ഈ 144-നോട് 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന 432 650-ൽ നിന്നും 218 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ്. അപ്പോൾ ഇവിടെ 650 വരേണ്ടടുത്ത് 654 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ആൻസർ. ഇവിടെ റോങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതാണ്. നൗ യുവർ ടേൺ ടു ആൻസർ. Question number 1. The first president of Indian National